ഡ്രസ് എടുത്തിട്ട് കാണാം. ഗൈസ്, അപ്പൊ നമ്മൾ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. ഡ്രസ് ഉണ്ടല്ലേ പ്രിന്റ്. അതിന്റെ അപ്പുറത്തുള്ളതിന് എത്രയാവല്ലേ? 40 സൈഡ് എടുത്താവും. ഇവിടുത്തെ ചപ്പൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല അഫോർഡബിൾ റേറ്റിന് നല്ല അടിപൊളി ചപ്പൽസ് ഇവിടുന്ന് കിട്ടാറുണ്ട്. ആർക്ക് ഡ്രസ് എടുക്കാനോ വന്നേ? പറയും. ഞാനൊക്കെ ഡ്രസ് എടുക്കണേ നോക്ക്. കൺഫ്യൂഷനായാ? ഏത് ഇഷ്ടായത്? ഗ്രീൻ ഇഷ്ടായാ? നോക്ക് വെച്ചോക്കോ. വലിയതാടാ, വലുതാ. കളക്ഷൻസ് ഇല്ല, എല്ലാം തെരവായിട്ടുണ്ട്. ലസിയ ഡ്രസ് നല്ലതൊന്നുമില്ലല്ലോ. പറയ്, നല്ല ഡ്രസ്സൊന്നും ഇല്ലല്ലോ. ഞാൻ ഇക്കാക്കൊരു ഷർട്ട് നോക്കിയതോ. ഇവിടെ നമ്മൾ കാക്കാക്കും ഇക്കാക്കും ഒക്കെ ഓരോ ടീഷർട്ട്, പിന്നെ എനിക്കും താത്താക്കും ഓരോ ഡെയിലി വെയർ, അങ്ങനെ 1-2 ഐറ്റംസൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇത്താക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി താഴെപ്പാലം ക്ലാസ്മേറ്റ്സിൽ പോയി. അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇത്താക്ക് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സിമ്പിളായിട്ടൊരു ചുരിദാർ ബിറ്റാ എടുത്ത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പിന്നെ നമ്മൾ വേറൊരു ഷോപ്പിൽ പോയിട്ട് ഞാനും ഉമ്മാക്കും അതേപോലെ വല്യമ്മാക്കും പിന്നെ ഉപ്പാക്കും വല്യപ്പാക്കൊക്കെ ഓരോ ലുങ്കിയും മാക്സിയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു കൊടുത്തിട്ട് നമ്മൾ പിന്നെ വീട്ടിലെത്തി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് പ്ലാന്റ്സൊക്കെ നോക്കാൻ വേണ്ടി ബാൽക്കണിയിൽ ഇറങ്ങിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ബുക്ക് ഷെൽഫ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. കുറേ ആയിട്ടുണ്ട് അതൊന്ന് റെഡിയാക്കി വെച്ചിട്ട്. അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും വരുമ്പോഴല്ലേ, അപ്പോൾ ഇന്ന് ഏതായാലും ടൈം കിട്ടിയപ്പം അതൊന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു പ്രിൻ്റ് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ആദ്യം പ്രിൻ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ അത് വാങ്ങിച്ചിട്ട് പിന്നെ തിരൂർ തന്നെയുള്ള കോഫി ക്രീമിൽ പോയിട്ടാണ്, എനിക്കൊരു സേവ് ദ ഡേറ്റ് എടുക്കാനാണ് കേട്ടോ. അങ്ങനെ കോഫി ക്രീമിൽ പോയിട്ട് പിന്നെ അതേ സേവ് ദ ഡേറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. എനിക്ക് പോകുന്ന വഴിക്ക് ഒരു വാലറ്റ് കൂടി കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ അത് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് തന്നെ അത് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് പെട്ടെന്ന് പോകുന്ന വഴിക്ക് തന്നെ കൊടുക്കാനുള്ളതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ നിന്നും ഇറങ്ങി. ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നെക്സ്റ്റ് ഡേ ഈവനിങ് ഇക്ക എന്നെ കാണാൻ വന്നതാണ്. അപ്പോൾ എനിക്ക് സർപ്രൈസായിട്ട് ഫ്ലവറും കിൻഡർ ബ്യൂണും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്ലവേഴ്സ് അറിയാമല്ലോ, ഞാനൊരു ഫ്ലവർ അഡിക്റ്റ് പേഴ്സണാണ്. എന്നെ സന്തോഷിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ സർപ്രൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്കൊരു റോസ് പൂവോ എന്തെങ്കിലും ഒരു ഫ്ലവർ വാങ്ങി തന്നാൽ മതി, ഞാൻ ഹാപ്പി ആയിരിക്കും. ഹലോ, അപ്പോൾ നമ്മളിപ്പോൾ ക്രാഫ്റ്റ് ഷോപ്പിൽ വന്നിട്ടുള്ളത്. നമുക്കൊന്ന് 2 ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഒരു ബോക്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു, പിന്നെ റാപ്പിംഗ് ഷീറ്റ് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വന്നിട്ടുള്ളത്.
പിന്നെ നമ്മളിത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുത്തൂർ ബൈപ്പാസിൽ വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ 1-2 സ്നാക്സും ചായയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു ഐറ്റത്തിൻ്റെ ഫോട്ടോ എടുക്കാനും കുറച്ച് വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സൈഡിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് എൻ്റെ പരിപാടികളൊക്കെ നടത്തി. പിന്നെ അതേ ഞാൻ ഇക്കാക്കൊരു കുഞ്ഞ് സർപ്രൈസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ആയിട്ട് ഒരു കുഞ്ഞ് സർപ്രൈസ്. കണ്ണടക്ക് അല്ല നിന്റെ സൈഡത്ത് പോന്നിച്ചോ. കണ്ണടക്കണം. എന്താ കളർ ഇഷ്ടായ സൈസ് വാങ്ങാവോ? മനസ്സിലായില്ല. ടീഷർട്ട് സർപ്രൈസ് ആയ വിചാരിച്ചീനാ ഇഷ്ടായാ? സൂപ്പർ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ എനിക്ക് ആ ഓർഡർ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അന്ന് നൈറ്റ് തന്നെ അവരത് വന്ന് വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽസൊക്കെ എടുത്തിട്ടാണ് ഇറങ്ങിയത്. ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നിട്ട് അത് പാക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് മൂവിക്ക് പോകാൻ ഒരു പൂതി. അങ്ങനെ പിന്നെ നമ്മൾ നോക്കിയപ്പോൾ മന്ദാകിനി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ എങ്കിൽ മന്ദാകിനിക്ക് പോകാമെന്ന്. ഒരു കോമഡി പടമാണ് കേട്ടോ, കുറച്ച് ചിരിക്കാനൊക്കെ ഉള്ള വലിയ കുഴപ്പമില്ലാത്തൊരു പടം. അങ്ങനെ അത് കഴിഞ്ഞ് ഇറങ്ങി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. നമ്മൾ പൊറാട്ടയും, ഞാൻ ബിരിയാണി ആട്ടോ കഴിച്ചു. ഇക്ക പൊറാട്ടയും ബീഫ് ചില്ലിയും കഴിച്ചു. എനിക്കെന്താ അറിയില്ല, ബിരിയാണി കഴിക്കാൻ ഭയങ്കര പൂതി. അപ്പോൾ ഞാനൊരു ഹാഫ് ബിരിയാണി കഴിച്ചു. അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ, കോട്ടക്കൽ കാരൻസത്തെ ബിരിയാണി ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്.